എറണാകുളത്ത് തെരുവുനായയുടെ ആക്രമണത്തിൽ 2 പേർക്ക് കടിയേറ്റു. എറണാകുളം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയെയും ഓഫീസ് ജീവനക്കാരനെയുമാണ് തെരുവുനായ കടിച്ചത്. ഫസ്റ്റ് ഇയർ BA ഹിന്ദി വിദ്യാർത്ഥി അമൻ നജീബ്, ഓഫീസ് ജീവനക്കാരൻ നിധിയ എന്നിവർക്കാണ് കടിയേറ്റത്. ദൃശ്യങ്ങളും പ്രതികരണങ്ങളും കേരള വിഷൻ ന്യൂസിന്. രാവിലെ സ്റ്റെപ്പ് ഇറങ്ങി താഴ്ന്ന നിലയിലോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു പട്ടി അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ നിന്നു. ആ പട്ടി ഓടി വന്ന് എന്നെ കടിച്ചു. എന്നിട്ട് ഞാൻ വീണ് പോയി. അപ്പോൾ പിന്നെ ആ പട്ടി ഒന്നും കൂടെ കടിച്ചു. എന്നിട്ട് കുട്ടികൾ എൻ്റെ ബഹളം കേട്ട് കുട്ടികളൊക്കെ ഓടി കൂട്ടിയിട്ടും ആ പട്ടി അങ്ങനെ കടി വിടണ്ടായിരുന്നു. അവിടെ പട്ടികൾ അങ്ങനെ കടിക്കണ പട്ടിയാണെന്ന് വിചാരിച്ചില്ല. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേണുക രാജേന്ദ്രൻ ചേരുന്നുണ്ട്. രേണുക, ഈ 2 പേരും ഏതെങ്കിലും രീതിയിലുള്ള ചികിത്സ തേടിയിട്ടുണ്ടോ? വലിയ രീതിയിലുള്ള പരിക്ക് ഏറ്റിട്ടുണ്ടോ? എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? അതിൽ ഇന്ന് രാവിലെ ഏകദേശം 9:30-10 മണിയോടെയാണ് എറണാകുളം മഹാരാജാസ് കോളേജിൽ വെച്ച തെരുവുപട്ടിയുടെ ആക്രമണം ഏറ്റത്. ഇവർ 2 പേരും മഹാരാജാസ് കോളേജിലുള്ളവരാണ്. ഒരാൾ വിദ്യാർത്ഥിയാണ്, BA ഹിന്ദി വിദ്യാർത്ഥിയായ BA ഹിന്ദി വിദ്യാർത്ഥിയും അമൻ നജീബ്, അതോടൊപ്പം തന്നെ ഓഫീസ് സ്റ്റാഫായ നിധിയ, ഇരുവർക്കുമാണ് കടിയേറ്റത്. മഹാരാജാസ് കോളേജിന്റെ ക്യാമ്പസിനുള്ളിൽ വെച്ചാണ് ഈ ഒരു തെരുവുനായുടെ ആക്രമണം നിലവിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതിനിടെയാണ് ഈ നിധിയയെ പട്ടി കടിക്കുന്നത്. ക്ലാസ് റൂമുകളെല്ലാം തുറന്ന്, ഓഫീസിന്റെ പ്രധാന വാതിൽ തുറന്ന് സ്റ്റെപ്പ് ഇറങ്ങുന്നതിനിടയിലാണ് ഈ പട്ടി നിധിയെ കടിക്കുന്നത്. അതോടൊപ്പം തന്നെ കോളേജിലേക്ക് പ്രവേശിച്ച് അകത്തേക്ക് എത്തിയ വിദ്യാർത്ഥിയായ BA ഹിന്ദി വിദ്യാർത്ഥിയെയും അമലിനെയും ഈ പട്ടി കടിച്ചിട്ടുണ്ട്. ഈ കോളേജിൽ സ്ഥിരമായി നടക്കുന്ന ഒരു പട്ടിയാണ്. കുട്ടികളുടെ ഇടയിലെല്ലാം ഈ ക്യാമ്പസിൽ നടക്കുന്ന ഒരു പട്ടിയാണ്. ഭക്ഷണമൊക്കെ കോളേജിൽ നിന്ന് വിദ്യാർത്ഥികളെല്ലാം കൊടുക്കുന്നതാണ്. പക്ഷേ ഈ ആദ്യമായാണ് ഈ തെരുവുപട്ടിയുടെ ഒരു ആക്രമണം ഈ കോളേജിൽ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. നിരവധി പട്ടികൾ ഈ കോളേജിലും കോളേജിന്റെ പരിസരത്തും ക്യാമ്പസുകളിലെല്ലാം തെരുവുപട്ടികൾ ഉണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു തെരുവുപട്ടിയുടെ ആക്രമണം കോളേജിനുള്ളിൽ ഉണ്ടാകുന്നതെന്നാണ് ഇപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും എറണാകുളം ജനറൽ ആശുപത്രിയിൽ 2 പേരും ഇപ്പോൾ പ്രവേശിച്ചിട്ടുണ്ട്. ഇവർക്ക് പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ വാക്സിനുകളെല്ലാം എടുത്തിട്ടുണ്ട്. നിരവധി തവണ ഈ ക്യാമ്പസുകളിൽ പട്ടി വരുന്നതും പരിസര പ്രദേശങ്ങളിലെല്ലാം തെരുവുനായുടെ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് നഗരസഭയിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും നിലവിൽ ഉണ്ടായിട്ടില്ലെന്ന് തന്നെയാണ് അധികൃതരും അല്ലെങ്കിൽ ഈ കോളേജ് അധികൃതരും ഇപ്പോൾ പറയുന്നത്. അതുല്യ. ശരി രേണുക, എറണാകുളം മഹാരാജാസ് കോളേജിനുള്ളിൽ തെരുവുനായുടെ ആക്രമണത്തിൽ ഒരു വിദ്യാർത്ഥിക്കും ഓഫീസ് ജീവനക്കാരിക്കും കടിയേറ്റിരിക്കുകയാണ്. ഇരുവരും എറണാകുളം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. രേണുകയാണ് വിവരങ്ങൾ നൽകിയത്. ചെറിയൊരിടവേള.